ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ. ഞാൻ ഇന്ന് സൺഡേ ഒക്കെ ആയതുകൊണ്ട് ഞാൻ ചക്കപ്പുഴുക്കും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി ഇരിക്കുന്ന സമയത്താണ് എനിക്ക് പായസം കിട്ടാണ്ട് ഒരു കൊതി കേട്ടോ. അതും പാലയുടെ പായസം. അപ്പൊ ഇവിടെ കരാമയില് പായസത്തിന്റെ ഐറ്റംസും പായസവും മാത്രം കിട്ടുന്ന ഒരു കടയുണ്ട്, സിൻഡ ഫ്രഷ്. കരാമ മാത്രമല്ല, കിസൈസ് അവിടെയൊക്കെ ഉണ്ട്. നമുക്കിവിടെ നിയറസ്റ്റ് കരാമ ആയതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ട് പായസം കുടിക്കാന്ന് വിചാരിച്ചു. എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് അത് സാധിക്കുന്ന രസം. ഇനി അഥവാ നാളായിട്ട് മരിച്ചു പോയാൽ നമുക്കത് കുടിക്കാൻ പറ്റില്ലല്ലോ. സോ ആഗ്രഹങ്ങളൊക്കെ അപ്പ തീർക്കണം. പിന്നെ ഇപ്പൊ ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് നമുക്കിനി പകലൊന്നും പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഈവനിങ് ഒക്കെ ആകുമ്പോൾ പോയിട്ട് കുടിക്കാം. ചൂടുള്ള പായസം ഉണ്ട്, തണുത്ത പായസം ഉണ്ട്, പായസത്തിന്റെ ഐസ്ക്രീം ഉണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ പാൽപ്പായസത്തിൽ തന്നെ വേറെ ഫ്ലേവേഴ്സ് വരുന്നതുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. സംഭവം പ്രൊമോഷൻ ഒന്നുമല്ല. ഇത് കണ്ടു, ഇവിടെ കുറെ പേര് ഇങ്ങനെ ഓരോ സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ തലയിൽ മറ്റേ മുടി പിന്നത്തല്ലേ, ആ പരിപാടിയൊക്കെയാണ് ഇവിടെ. ഒരിക്കൽ ഞാൻ ഇവിടെ എന്തായാലും ചെയ്യും. ഞാൻ ഉദ്ദേശിക്കുന്ന ബ്രൈഡ് ഈ ഗോവയിലൊക്കെ പോകുമ്പോൾ ഉണ്ടാവുന്നില്ലേ, അങ്ങനെ 2-3 അല്ലാണ്ട് ഇപ്പൊ ആഫ്രിക്കൻസ് ചെയ്യുന്ന പോലെ കംപ്ലീറ്റ് മുടി ചെയ്ത് കഴിഞ്ഞാൽ എന്റെ മുടി ഒന്നാമത് തൊട്ട് കഴിഞ്ഞാൽ പൊട്ടിപ്പോ, അപ്പൊ തന്നെ പൊട്ടിപ്പോകും. ഭയങ്കര ഡാമേജ് ആയിട്ടിരിക്കുന്നത്. സോ പക്ഷെ അങ്ങനെ അല്ലാണ്ട് ചെയ്യണമെന്നുണ്ട് കേട്ടോ. പക്ഷെ അത് പിന്നെ ഊരിയെടുക്കണമെങ്കിൽ മണിക്കൂറുകൾ എടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കൽ ചെയ്യും. ഇവിടെ എപ്പോഴും ഉണ്ടാവും, യൂണിയൻ മെട്രോ സ്റ്റേഷന്റെ പാർക്കിൽ എപ്പോഴും ഇതുപോലെ ഇങ്ങനെ ഇവർ ചെയ്ത് കൊടുക്കുന്നുണ്ടോ. അതുപോലെ ഇതിങ്ങനെ അവക്കാഡോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാകും. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. മെട്രോയിൽ മാത്രമല്ല, വെള്ളപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടെ കുറച്ച് തിരക്ക് കൂടുതലാണ്. പിന്നെ കരാമയിൽ എത്തിയോടെ അടിപൊളി ഒരു സൺസെറ്റ് ഉണ്ട്. നല്ല രസമായിരുന്നു. ആകാശമൊക്കെ കാണാൻ നല്ല ഓറഞ്ച് കളർ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് സിൻഡ ഫ്രഷിലല്ല കേട്ടോ, അരിപ്പയിലേക്കാണ്. ഒരു ഫ്രണ്ടിനെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷം പോയിട്ട് പായസം വാങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. ഞാനൊരു കഞ്ഞി സെറ്റാണ് വാങ്ങിച്ചേക്കുന്നത്. അതിൽ കുറേ സാധനമുണ്ട്. ഓംലെറ്റ് ഉണ്ട്, കപ്പയുണ്ട്, മീനുണ്ട്, ചമ്മന്തി, പപ്പടം, തോരൻ, തൈര്, അങ്ങനെ കുറേ സാധനമുണ്ട്. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ആദ്യം സ്പൂൺ എടുത്ത് വലിയ ചുമ്മാ ഓവറാക്കിയെങ്കിലും പിന്നെ കൈ കൊണ്ട് കഴിച്ചാലേ സുഖം ഉണ്ടാവത്തുള്ളൂ. സോ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ കൈ കൊണ്ട് കഴിച്ചു കേട്ടോ. ഒരുപാടുണ്ടായിരുന്നു, ഇതെനിക്ക് ഭയങ്കര കൂടുതലായിരുന്നു. മാങ്ങാച്ചാറും പപ്പടവും മീൻ പൊരിച്ചതും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും സൂപ്പറായിരുന്നു. ചെറിയ ഉള്ളി, പച്ചമുളക് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വയറ് നിറഞ്ഞെങ്കിലും ഞാൻ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ കുറേ കഴിച്ചു. പിന്നെ ലാസ്റ്റുള്ള ആ വെള്ളം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും ടേസ്റ്റി കഞ്ഞിയുടെ. ഇതെല്ലാം കഴിച്ചിറങ്ങിയപ്പോൾ കൗണ്ടറിൽ കുറച്ച് ജീരക മിഠായി കൂടി എടുത്തു. ഇതിൽ കുറേ ജീരക മിഠായികളുണ്ടായിരുന്നു. അല്ലെങ്കിൽ പെരുംജീരകം മാത്രമേ പൊതുവെ കാണാറുള്ളൂ. ഇനി നമ്മൾ ശരിക്കും പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഒരു 200 മീറ്റർ ഉള്ളൂ. തൊട്ടടുത്ത് തന്നെയാണ് സിൻഡ ഫ്രഷ് ഉള്ളത്. ഇവിടെ പല അളവിലാണ് പായസം കൊടുക്കുന്നത്. ഫസ്റ്റ് ഒരാൾക്ക് കഴിക്കാനുള്ളത്, 4 കഴിക്കാനുള്ളത്, 2 കഴിക്കാനുള്ളത്, അങ്ങനെ. അപ്പം നമുക്ക് ലാഭം എന്ന് പറയുന്നത് ഒരു 4 പേർക്ക് വാങ്ങുന്നതാണ്. ഇത് ചിൽഡ് ഐസ്ക്രീം കേട്ടോ, 200 ml. ഞാൻ എന്തായാലും 4 പേർക്കുള്ളത് വാങ്ങിച്ചു കേട്ടോ. കാരണം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാമല്ലോ. ഇപ്പോൾ തണുത്ത് വാങ്ങേണ്ട കാര്യമില്ല. പിന്നെ ഒരു ഗ്ലാസ് ചെറുതായിട്ട് കുടിച്ചു നോക്കി. എൻ്റെ കൂടെ വന്നവർക്കും കൂടെ കൊടുത്ത്. കഞ്ഞിയൊക്കെ കുടിച്ച് വയറ് നിറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ വീട്ടിൽ പോയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആഗ്രഹമൊക്കെ സാധിച്ച് സന്തോഷത്തിൽ തിരിച്ചു പോകണം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. പുതിയ വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ടാറ്റാ.